ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. ഷഫീർ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. XandY Learningന്റെ ഫുൾ ടീം വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ നമ്മളിപ്പോൾ ഇന്നുള്ളത് വളാഞ്ചേരി അടുത്താണ് അലീന മറിയം എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ വീട്ടിൽ അലീന മറിയവുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ 2021 10th സ്റ്റാൻഡേർഡിൽ XandY Learningന്റെ കൂടെ നമ്മുടെ കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞ് ഇപ്പോൾ +2ന്റെ കൂടെ തന്നെ JEE NEET 2 എക്സാമിലും അടിപൊളി റിസൾട്ട് കരസ്ഥമാക്കാൻ അലീനക്ക് സാധിച്ചിട്ടുണ്ട്. സോ അലീന മറിയത്തിന്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി 10th സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്കിന്ന് ചോദിച്ചറിയാം. സോ ആദ്യം തന്നെ അലീന മറിയത്തിനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അലീന മറിയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൽ 10th എവിടെയായിരുന്നു പഠിച്ചത്, അതുപോലെ 10th കഴിഞ്ഞിട്ട് +1 +2 എവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്, അങ്ങനെ ഈ NEET JEE ഇത്രയും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതൊക്കെ വളരെ ആദ്യം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ഓഡിയൻസിനെ കേൾക്കാനാണ്. എൻ്റെ പേര് അലീന മറിയം. ഞാൻ ഹൈസ്കൂൾ കംപ്ലീറ്റ് ചെയ്തത് BHSS മാവൻറ്റൂരിലായിരുന്നു. പിന്നെ +1 +2 ഞാൻ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ നീറ്റ് ബാച്ചിലായിരുന്നു ചേർന്നിരുന്നത്. യെസ്, അപ്പോൾ നീറ്റ് ബാച്ചിലാണ് ചേർന്നത്. ഇനി നമുക്ക് റിസൾട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ +2ന്റെ കൂടെ തന്നെ അലീന മറിയത്തിന് നീറ്റിൽ 624 അല്ലെ 624 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ JEE എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ദ കൺട്രി ആണ്. അതിൽ 98.62% ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അലീനക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. 2 എക്സാമ്പിൾ നല്ല റിസൾട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് NIT കാലിക്കറ്റിലും അതുപോലെ തന്നെ അതിനേക്കാൾ നല്ല കോളേജിലും അതുപോലെ തന്നെ നല്ലൊരു MBBS സീറ്റും ഏകദേശം ഉറപ്പിച്ച അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ആക്ച്വലി അലീന ഉള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ +1 +2 യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളാണല്ലേ. യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റം ആണ്. +1 +2 മുഴുവനായിട്ട് യൂണിവേഴ്സിൽ തന്നെയാണ് ഉണ്ടാവുക, കോച്ചിങ് സെന്ററിൽ തന്നെയാണ് ഉണ്ടാവുക. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെ ക്ലാസ്സുകൾ എടുക്കും. അതിന്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ രൂപത്തിലുള്ള പ്രിപ്പറേഷൻ ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെ 10th NTSE എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കോഴ്സിൽ അലീന മറിയം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു XandY Learningന്റെ കൂടെ. അപ്പം 10th ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപ് ഏതെങ്കിലും സ്കോളർഷിപ്പ് എക്സാം മറ്റും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? 8ലും 9ലും ഇല്ല, 8ലും 9ലും ഒന്നുമില്ലേ. അപ്പൊ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം എന്നുള്ളത് നമ്മുടെ NTSE തന്നെയാണ്. NTSE എക്സാം തന്നെയാണ്. അപ്പൊ NTSE എക്സാം എഴുതി അതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യും. സ്റ്റേജ് 1 എനിക്ക് 153 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി 200-ൽ. സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്തു അല്ലെ. അപ്പൊ നോർമലി നമ്മുടെ NTSE എക്സാം താൽക്കാലികമായിട്ട് പോസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. പക്ഷെ അത് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. അതില് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സ്റ്റേജ് 2 എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. സ്റ്റേജ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഫൈനൽ ലിസ്റ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ അഡ്മിഷൻ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി? നന്നായിട്ട് കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഒരു NTSEയുടെ എക്സ്പീരിയൻസും ഇതെല്ലാം കൊണ്ട് തന്നെ യൂണിവേഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് നോർമലി ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 1 lakh അബവ് ഫീസ് വരുന്ന പ്രോഗ്രാമാണ്. അലീന എത്ര ഫീസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു അല്ലെ. ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് എന്താണ് സ്കോളർഷിപ്പോട് കൂടി 0 rupees ട്യൂഷൻ ഫീസ് അടച്ചുകൊണ്ടാണ് അലീന യൂണിവേഴ്സിൽ പഠിച്ചത്. അപ്പൊ അതിന്റെ കാരണം മെയിൻലി എന്തായിരുന്നു? അവിടുത്തെ ടെസ്റ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. NTSE സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു റീസൺ കൊണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ഫീസ് ഓരോ വർഷം അല്ലെ. അപ്പൊ ടോട്ടൽ 2 അല്ലെങ്കിൽ 2.5 ലാഖിന്റെ സ്കോളർഷിപ്പ് ആണ് ആ ഒരൊറ്റ റിസൾട്ടിലൂടെ അലീന നേടിയെടുത്തത്. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഏകദേശം ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, നേരത്തെ നമ്മൾ സയൻസിലും മാത്സിലും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിസൾട്ടുകൾ നമുക്ക് +2ന്റെ കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, അതിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് +1 യൂണിവേഴ്സിറ്റി പോലെയുള്ള കേരളത്തിലെ നല്ല സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോളർഷിപ്പോട് കൂടിയിട്ട് +1 +2 പഠിക്കാനും സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ XandY Learningന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിലും അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, അതുപോലെ 10th നിന്ന് 11th പോകുന്ന സമയത്തുള്ള ഒരു മാത്സിൽ ജമ്പ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല ക്ലാസ്സസ് ആയിരുന്നു. റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നു, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജിയും ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പ്രീവിയസ് ഇയർ NTSE kvpy ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ചെറിയ ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ലെക്ചർ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിരുന്നു. 10th തന്നെ ഉണ്ടായിരുന്നു അല്ലേ? 10th തന്നെ. അതുപോലെ തന്നെ നമ്മുടെ മാറ്റ് NTSEക്ക് വേണ്ടിയിട്ട് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പ്രോബ്ലം സോൾവിങ്ങും അതിന്റെ സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാം മാറ്റിന് സെപ്പറേറ്റ് ആയിട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ ഷെഫീർ സാറിന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു മാറ്റ് തിയറി പോലെ, ഒപ്പം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കുറേ എക്സാംസ് ഉണ്ടെന്നല്ലായിരുന്നു, ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ സോഷ്യൽ സയൻസിന് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ്സസ് NTSEക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, +1 എൻ്റർ ചെയ്ത സമയത്ത് നോർമലി മാത്തമാറ്റിക്സ് വളരെ ടഫ് ആകും. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി, JEE നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം അടങ്ങുന്ന ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ആണ് ഫേസ് ചെയ്യാനുണ്ടാവുക. അപ്പൊ അത് ഒരു പുതിയതായിട്ട് അല്ലെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ 10th നമ്മുടെ കൂടെ ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു JEE നീറ്റിന്റെ ആ ഒരു സ്ട്രീമിലേക്ക് പോകാൻ സാധിച്ചോ? കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു. പറഞ്ഞ പോലെ ഒളിമ്പ്യാഡിന്റെ ഒക്കെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എനിക്ക് ഒളിമ്പ്യാഡൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലും നമ്മുടെ NTSE കോഴ്സിലാണെങ്കിലും ഒക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് +1 എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് അറിയാം എന്താണ് ഈ സബ്ജക്റ്റുകളിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, JEE 2 സെഷൻ ആയിട്ടാണ് നടക്കുക, സെഷൻ 1ഉം സെഷൻ 2ഉം. അപ്പൊ സെഷൻ 1 അലീനയുടെ റിസൾട്ട് എനിക്ക് തോന്നുന്നു 93 പോയിന്റ് സംതിങ് ആയിരുന്നു. അതിൽ നിന്നാണ് എക്സലന്റ് എന്ന് പറയാവുന്ന 98.62 എത്തുന്നത്. ഒരു 3 മാസത്തെ ഗ്യാപ്പും ഉണ്ട്. അപ്പൊ എന്താണ് അവിടെ ഒരുപാട് +2 പഠിക്കുന്ന കുട്ടികൾ ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇംപ്രൂവ്മെന്റ് 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്? 3 മാസം കൊണ്ട് ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ എന്റെ സിലബസ് ഫിനിഷ്ഡ് ആയിട്ടില്ലായിരുന്നു, വേണ്ടത്ര രീതിയിൽ തയ്യാറെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ കുറെ എക്സാംസ് ഒക്കെ എഴുതി ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് നല്ലോണം റിവൈസ് ചെയ്തു, നോട്ട്സ് ഒക്കെ ഒന്നുകൂടി നല്ലോണം കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഫിസിക്സിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രി ആയിരിക്കും പിന്നീട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഫിസിക്സ് ആണോ ഫേവറേറ്റ് സബ്ജക്ട്? കുഴപ്പമില്ല, ഫിസിക്സ് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. യെസ്. അപ്പോൾ എന്തായാലും അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റുഡൻസ് ചോദിക്കാറുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടാവും. അപ്പൊ അവര് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകൾ ഒരുമിച്ച് റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കല്ല, ഈവൻ +1 +2 സ്കൂളിന്റെ കൂടെ അല്ലെ, സ്കൂളിന്റെ കൂടെ പഠിക്കുന്നവരുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കൂൾ അല്ലാതെ നോർമൽ സ്കൂളിൽ പോയിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏതൊക്കെ ബുക്കുകളാണ് മെയിൻലി 4 സബ്ജക്റ്റിലും അലീന നോക്കിയിട്ടുണ്ടായിരുന്നത്? ഏറ്റവും വലിയ മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യേണ്ടത് വെച്ചാൽ ഒരുപാട് ബുക്സ് റെഫർ ചെയ്യുക. ഒന്നെങ്കിൽ ഒരു ബുക്ക് തന്നെ റെഫർ ചെയ്യുക. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് തന്നെ, എനിക്ക് നീറ്റിൽ സ്കോർ ഇത്രയും കുറയാൻ കാരണം ഒന്നതായിരുന്നു. ഞാൻ NCERTക്ക് പുറമെ ബുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ കുറേ ഉപയോഗിക്കാണ്ടിരിക്കുക. നമുക്ക് ഒരു മെറ്റീരിയൽ സ്കൂളിൽ എന്തായാലും തരും, ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരുന്നു, അതിനെ യൂസ് ചെയ്യുക. അതൊരു 5, 6, 7 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് മതി വേറെ ബുക്സ് യൂസ് ചെയ്യുക. നമ്മൾ 10 ബുക്കൊപ്പം റെഫർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ബുക്ക് തന്നെ 10 പ്രാവശ്യം ചെയ്യുക. യെസ്. അപ്പൊ അത് ഞാനും സ്റ്റുഡൻസിനോട് പറയാറുള്ളതാണ്, നമ്മൾ ഒരുപാട് ബുക്കുകൾ തേടി പോകുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും എന്താണ്, ഒരു സെറ്റ് ഓഫ് സെലക്ടഡ് ബുക്കുകൾ മേ ബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്ന ബുക്കുകളാവാം, അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. +1 +2 യൂണിവേഴ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൽ എപ്പോഴും ടോപ്പിൽ വേറെയും ഫൗണ്ടേഷൻ കിട്ടിയ കുട്ടികളുണ്ടാവും, വേറെയും ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് +1 +2 എത്തിയ കുട്ടികൾ അലീനയുടെ ബാച്ചിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രാക്ടീസ് എക്സാമുകളിലും മോഡൽ എക്സാമുകളിലും ഒക്കെ ഉള്ള ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു? വലിയ ടോപ്പ് ഒന്നും ഇല്ലായിരുന്നു, തുടക്കത്തിലില്ലായിരുന്നു അല്ലെ, പിന്നീട് കയറി വന്നതാണോ? +2 ഒക്കെ ആയപ്പോൾ കുറെയൊക്കെ ശരിയായി വന്നിരുന്നു. അപ്പം ടോപ്പിൽ എത്തിയ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പം നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത കുട്ടികളിൽ കൂടുതൽ ആളുകളും ഈ ഇതുപോലത്തെ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ചില കുട്ടികളൊക്കെ എൻ്റെ ഒപ്പം ഇവിടെ XandY പഠിച്ചവരുണ്ട്, JEE ബാച്ചിൽ NEET ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ തന്നെയാണ് തുടക്കം മുതൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അവസാനം +2 കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നതിലും മെജോറിറ്റിയും
ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന മെജോറിറ്റി കുട്ടികളും ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ തന്നെ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് അപ്പം 8th, 9th, 10th പഠിക്കുന്ന XandY സ്റ്റുഡൻസ് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ബാക്കി എല്ലാ ഹൈസ്കൂൾ കുട്ടികൾക്കും വേണ്ടിയിട്ട് അലീനയുടെ ഒരു എക്സ്പീരിയൻസ്, അപ്പം 10th ഒരു ഫൗണ്ടേഷൻ ജോയിൻ ചെയ്തു, പിന്നെ +1 +2 കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പൊ എന്താണ് നമ്മുടെ ഹൈസ്കൂൾ കമ്മ്യൂണിറ്റിയോട് എന്താണ് അലീന മറിയത്തിന് ഒരു മെസ്സേജ് പോലെ എന്താണ് പറയാനുള്ളത്? നല്ലോണം ഏർലി സ്റ്റാർട്ട് ചെയ്യുക. നല്ലോണം ഏർലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജെയ്മെയിനൊക്കെ ആണെങ്കിൽ നേരത്തെ വരും, ജനുവരി തന്നെ വരും. അപ്പോൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ എട്ടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ബേസ് അതില് ഒരു ഒറ്റ കാര്യമാണുള്ളത്. 9th സിലബസ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ +1 എന്ന് പറയുന്നത്. അതുപോലെ 10th പഠിക്കുന്ന പല ഫിസിക്സ് ചാപ്റ്റേഴ്സ് ഒക്കെ ശരിക്കും അതിന്റെ ബാക്കിയാണ് എവിടെ പഠിക്കുക, നമ്മൾ +2 പഠിക്കുക. ശരിക്കും 9th 10th തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിച്ചാൽ ശരിക്കും എന്താണ് +1 +2 അതിന്റെ ഗുണം എന്തായിരിക്കും? ഒളിമ്പ്യാഡ് പോലെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് മാത്സും ഫിസിക്സും ഒക്കെ. നീറ്റിന് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ജെയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒളിമ്പ്യാഡിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് അതിലെ ഫാക്ടർ. ഒരു കാര്യം കൂടെ മാത്സിനെ കുറിച്ച് ചോദിക്കണം. മാത്തമാറ്റിക്സ് എന്നുള്ളത് +1 +2 കുട്ടികളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണല്ലേ മാത്സ് എന്നുള്ളത്. അപ്പൊ മാത്സിൽ ബെറ്റർ ആവാൻ അല്ലെങ്കിൽ മാത്സിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ +1 എത്തി കഴിഞ്ഞിട്ട് സീരിയസ് ആയാൽ മതിയോ, അതോ ശരിക്കും മാത്സിന് കുറച്ച് അഡീഷണൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ 8th മുതൽ? +1 സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ, നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടിങ് സ്ട്രഗിൾ ഒന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഫൈനൽ റാങ്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലോണം ഇംപ്രൂവ് ചെയ്യാം. റാങ്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും മാത്സിൽ ആ മാർക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും ഇപ്പൊ നമ്മൾ ഒരു 8, 9, 10 സ്കൂളിൽ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവർക്കും നല്ല A+ ഒക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും അത് മതിയോ? ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ഒരു A+ ഒക്കെ എയിം ചെയ്താൽ മതിയോ? എന്താണ് അലീനയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? A+ലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ എല്ലാവർക്കും കിട്ടുമായിരിക്കും. മേ ബി ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മളിപ്പം ഫുൾ മാർക്കൊക്കെ +2 കിട്ടിയവരായിരിക്കും നീറ്റിന് നമ്മളത്ര ഒന്നും മാർക്ക് ഉണ്ടാവില്ല. അപ്പം മാർക്ക് വലിയ മാറ്റർ ആക്കണ്ട, ഇതിന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാം. രണ്ട് എക്സാം തന്നെയാണ്, രണ്ട് പാറ്റേണിലുള്ള എക്സാം തന്നെയാണ്. അതിന് വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാൻ വേണം. യെസ്. അപ്പോൾ താങ്ക് യു അലീന, ഇത്രയും നേരം XandY ലേണിംഗിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും വേണ്ടി സംസാരിച്ചതിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതിന് കൂടുതൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 2 ഓപ്പർച്യൂണിറ്റി മുന്നിൽ നിൽക്കുകയാണ് അലീനയുടെ. 98.62% JEE-ൽ അത് ആക്ച്വലി വളരെ നല്ല റിസൾട്ടാണ്. നീറ്റ് ബാച്ചിലാണ് പഠിച്ചിരുന്നത് അല്ലേ, നീറ്റ് ബാച്ചിൽ പഠിച്ചിട്ടാണ് JEE-ൽ ആ റിസൾട്ട് ഉള്ളത്. അതുപോലെ തന്നെ നീറ്റിലും നല്ല സ്കോർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് ആളുകൾ 3-4 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റിലൊക്കെ 620 എബോ അല്ലെങ്കിൽ 600 എബോയിലേക്ക് എത്താറുള്ളത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അലീനക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു IIT ഗ്രാജുവേറ്റ് എന്നുള്ള നിലക്ക് എൻ്റെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ 98.62 എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് അലീന NIT കാലിക്കറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങൾ ആലോചിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. എന്തായാലും അലീനയുടെ പ്രിഫറൻസ് ഏതാണ് ബിറ്റ്വീൻ MBBS ആൻഡ് JEE? ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഏതാണ്? മെഡിസിൻ മുന്നോട്ട് പോകണമെന്നാണ് അലീനയുടെ പ്രിഫറൻസ്. അപ്പൊ നല്ലൊരു കോളേജിൽ നല്ല അഡ്മിഷനോട് കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളോടും കൂടി നമ്മൾ നിർത്തുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മുടെ എല്ലാ ഹൈസ്കൂൾ കുട്ടികൾക്കും 8th, 9th, 10th പഠിക്കുന്ന കുട്ടികൾക്കും പാരന്റ്സിനുമായിട്ട് ഫൈനലി എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാത്തമാറ്റിക്സിലും സയൻസിലും 8 മുതൽ തന്നെ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ +1 +2 സിലബസും അതിലെ എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ഇതുപോലത്തെ റിസൾട്ടുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പം അലീനയുടെ എക്സ്പീരിയൻസ് കേട്ട സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ, അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ആൻഡ് XandY ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.